നമസ്കാരം. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവ് 18 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചു എന്നൊരു വാർത്ത കണ്ടു. എന്താണെങ്കിലും ശരി, ഇതിപ്പോൾ കേരളത്തിൽ മയക്കുമരുന്ന് വേട്ട അതിശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഈ ഒരു പുതിയ മന്ത്രിസഭയിലെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തല എടുത്തിരിക്കുന്ന ആ ഒരു നിലപാട്, ഓപ്പറേഷൻ തുഫാൻ എന്നാണ് അദ്ദേഹം ആ ഒരു ഓപ്പറേഷൻ പേരിട്ടിരിക്കുന്നത്. എന്താണെങ്കിലും ശരി, അത് ഈ കേരള സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് അത് അതിഭയാനകമാണെന്ന് എല്ലാ മാധ്യമങ്ങളും പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നീതിബോധമുള്ള എല്ലാ വിഭാഗവും അതിശക്തമായിട്ട് അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളാൽ കഴിയുന്ന വണ്ണം കാര്യത്തെപ്പറ്റി അതിശക്തമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു വേട്ടയാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നത്. എല്ലാ ദിവസവും വളരെയധികം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ നിന്ന് 18 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് എന്നാണ് പറയുന്നത്. അത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ എക്സൈസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കൊക്കെയാണ് അത്തരം കാര്യങ്ങളെപ്പറ്റി അറിയുള്ളൂ. അത് എന്തെങ്കിലും കഞ്ചാവിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ്. കാരണം മയക്കുമരുന്നിൽ പല വിഭാഗങ്ങളുണ്ടല്ലോ. ഹാഷിഷ് ഓയിൽ, MDMA എന്നൊക്കെ പറയുന്നത് പോലുള്ള കഞ്ചാവിൻ്റെ ഏതോ ഒരു പ്രത്യേകതരം സംവിധാനമായിരിക്കണം ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത്. അത് 18 കോടി രൂപയുടെയാണ് പിടിച്ചത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഒരു മലയാളിയായ മിസ് കേരളയായിട്ട് മത്സരിച്ച് റണ്ണറപ്പായിട്ടുള്ള ഒരു വയനാടുകാരിയെ ബോംബെയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. അതും ഇതുപോലെ തന്നെ ഹൈബ്രിഡ് കഞ്ചാവ്. അത് ഏകദേശം 11 കോടി രൂപയുടെയാണ്. മലയാളി ആണ്, ഒരു സ്ത്രീയാണ്, 29 വയസ്സേ ഉള്ളൂ. മിസ് കേരള റണ്ണറപ്പായിട്ടുള്ള ഒരു സ്ത്രീ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ മയക്കുമരുന്നിൻ്റെ ഒരു വ്യാപനം എന്ന് പറയുന്നത്. അതിഭയാനകമായ വ്യാപനമാണ്. ചെറിയ വ്യാപനമൊന്നുമല്ല. നമ്മളൊക്കെ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പൊതുസമൂഹം അത് അത്ര കണ്ടതിൻ്റെ ഗൗരവത്തിലേക്ക് കണ്ടിരുന്നില്ല. ചെറിയ കുട്ടികൾ മുതൽ അവരെ കാരിയറെ ആക്കുന്നു. കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. കുട്ടികൾക്ക് ഏതെങ്കിലും മിഠായിയൊക്കെ കൊടുത്തുകൊണ്ടോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇതിൻ്റെ വിതരണക്കാരാക്കുന്നു, ഇതിൻ്റെ ശൃംഖലയിലെ കണ്ണികളാക്കുന്നു. ഒരു 10-15 വയസ്സൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൗമാരപ്രായത്തിലേക്ക് കടക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ള പലരും നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. ഈ കുട്ടികളൊക്കെ ഇതിൻ്റെ കാരിയറാണോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവരാണോ എന്നൊന്നും അറിയുന്നില്ല. എന്താണെങ്കിലും ശരി, സ്കൂൾ തലങ്ങളിലെല്ലാം അതിശക്തമായിട്ട് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ പോലീസ് വകുപ്പും എക്സൈസ് വകുപ്പും സംയുക്തമായിട്ട് സ്കൂൾ തലങ്ങളിലെല്ലാം വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്തു പറയേണ്ട ഈ മന്ത്രിസഭയിലെ VD സതീശൻ മന്ത്രിസഭയിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു പ്രവർത്തനത്തെ വളരെയധികം ശ്ലാഘനിക്കുന്നുണ്ട്. കാരണം ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ ഗ്ലാമറിൽ വരുന്ന ഒരു വകുപ്പ് എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പാണോ എന്ന് പൊതുവെ ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം അത്ര നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് എടുത്തു പറയുന്നത്. എല്ലാ പ്രാവശ്യവും മന്ത്രിസഭയ്ക്ക് ഏറ്റവും കൂടുതൽ പേരുദോഷം ഉണ്ടാക്കുന്ന ഒരു വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ എല്ലാം 100% ക്ലിയർ ആണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പോരായ്മകളുണ്ട്, തെറ്റുകളുണ്ട്. പ്രത്യേകിച്ച് ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു സർക്കാരിൽ നിന്ന് ഈ ഭരണം ഇങ്ങോട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ട് അധികം ആയില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ബാലാരിഷ്ടതകൾ ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടത് കൂടിയുണ്ട്. എങ്കിൽ പോലും വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം, പ്രത്യേകിച്ചും മയക്കുമരുന്നിനെതിരെയുള്ളത്. നമുക്കറിയാം, അദ്ദേഹം ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അവസാന കാലഘട്ടത്തിൽ ഏകദേശം 2 വർഷം മിച്ചം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തിരുന്ന ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അന്നുള്ള ഈ ബ്ലേഡ് മാഫിയകൾക്കെതിരെ നമുക്കറിയാമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും ഉണ്ട്, അത് വീണ്ടും തലപൊക്കി വന്നിട്ടുണ്ട്. ഈ ബ്ലേഡ് മാഫിയ വട്ടിപ്പലിശയ്ക്ക് പൈസ കൊടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ സർവത്രാദി മുതലും അടിച്ചു മാറ്റി ആ കുടുംബത്തിനെ ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന ഒരു വൻ മാഫിയ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. ഇപ്പോഴും അതിൻ്റെ ചില ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ ആ ഒരു പ്രവർത്തനം അത് വളരെയധികം വിജയം കണ്ടിരുന്നു. ഏകദേശം അതിനേക്കാളും ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തെ കാർന്നിരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ മയക്കുമരുന്ന് എന്നുള്ളത്.
അതുകൊണ്ട് തന്നെ ഈ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു വേട്ട അതിനേക്കാൾ കൂടുതൽ ഫലം ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം പൊതുസമൂഹത്തിനെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ മയക്കുമരുന്ന് എന്നുള്ളത് കൊണ്ടും എല്ലാ വിഭാഗം ജനങ്ങളുടെയും സപ്പോർട്ട് അതിനകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതിനകത്ത് സപ്പോർട്ട് ചെയ്യേണ്ടത് കൂടിയുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രവർത്തനത്തെ എല്ലാ രീതിയിലും അകമഴിഞ്ഞ് എല്ലാ വിഭാഗം ജനങ്ങളും സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രമാണ് നമ്മൾക്ക് ഈ കൂട്ടത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. ഇനി ഇതിന് ശേഷം ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പിനോട് തന്നെ അല്ലെങ്കിൽ ശ്രീ രമേശ് ചെന്നിത്തലയോട് തന്നെ പറഞ്ഞു വെക്കാനുള്ളത്, ഇനി മറ്റൊരു മാഫിയ ഇവിടെ അത്ര ഗൗരവത്തിലല്ലാതെ വളർന്നു വരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അതിന് വേറെ എന്തെങ്കിലും പേര് വേണമെങ്കിലൊക്കെ ഇടാം. അതായത് ഹല്ലേലൂയ മാഫിയ എന്നോ അല്ലെങ്കിൽ ആത്മീയ മാഫിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ കൊടും ക്രൂര ക്രിമിനലുകളായിട്ടുള്ള കുറേ ആളുകൾ ഇപ്പം ഈ ആട്ടിൻ തോൽ അണിഞ്ഞുകൊണ്ട് ചെന്നായ്ക്കളുടെ പണി ചെയ്യുക. അതായത് ഒറിജിനൽ കാട്ടു ചെന്നായ്ക്കളുടെ സ്വഭാവമാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം. പക്ഷേ ആട്ടിൻ തോൽ അണിഞ്ഞ് പുറമെ നിന്നുകൊണ്ട് തങ്ങൾ ദൈവത്തിൻ്റെ ആൾക്കാരാണ്, ദൈവത്തിൻ്റെ വലിയ പരിശുദ്ധരാണ്, ദൈവത്തിൻ്റെ പ്രചാരകരാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടനിലക്കാരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗം ഞങ്ങൾ വാങ്ങിത്തരും, നിങ്ങൾക്കുള്ള മുതലെല്ലാം ഞങ്ങൾക്ക് തന്നേക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധുക്കളായിട്ടുള്ള മനുഷ്യരെ പറഞ്ഞ് വശീകരിച്ച് വഞ്ചിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ സർവത്രാദി മുതൽ തട്ടിയെടുക്കുക. അതുപോലെ തന്നെ ആ കുടുംബങ്ങളിൽ കയറി പെണ്ണുങ്ങളെ മിസ്യൂസ് ചെയ്യുക. അങ്ങനെ പലവിധ ക്രിമിനൽ പ്രവൃത്തികളും ചെയ്യുന്ന കുറേയധികം പല വേഷങ്ങളിലുണ്ട്. പാസ്റ്റർമാർ, അതുപോലെ തന്നെ സ്വാമിമാർ, ചില ഉസ്താദുമാർ, അങ്ങനെയുള്ള എല്ലാ വിഭാഗത്തിലും ഉണ്ട്. ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല, ഒരു മതത്തിൽ മാത്രമല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്ന കുറേ പാസ്റ്റർമാരുടെ വേഷം കെട്ടിക്കൊണ്ട് നടക്കുന്ന കൊടും ക്രൂരരായിട്ടുള്ള ക്രിമിനലുകളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പൊതുവായിട്ട് ഇതിനകത്ത് പറയാനുള്ളത്, ഈ ഓപ്പറേഷൻ കുബേരയും ഓപ്പറേഷൻ തൂഫാനും ശേഷം ഓപ്പറേഷൻ ആത്മീയം കൂടി ഒന്ന് നടത്തേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയുള്ള കുറേ കറുത്ത നാണയങ്ങളെ പൊളിച്ചടുക്കേണ്ടത് കൂടി ഉണ്ട് എന്നുള്ളത് ഒന്ന് പറഞ്ഞു വെക്കുന്നു. കാരണം ഇപ്പോൾ ഈ സമൂഹത്തിൽ ഇത്തരം കുറേ വ്യാജന്മാരും തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും ഒക്കെ കുറേ അധികം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ കാര്യത്തിനകത്ത് കുറേ കൂടി ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ഞങ്ങൾ സ്പെഷ്യലായിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഈ എറണാകുളം ജില്ലയിൽ തന്നെ ഒരു കൂത്താട്ടുകുളത്തുണ്ടായിരുന്ന ഒരു MDS ഡിഗ്രി വെച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടറുടെ ഒരു കേസ്. ഒരു ഡോക്ടർ എന്നൊക്കെ പറയാൻ പറ്റില്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ഡെന്റിസ്റ്റ്, അത്രേ ഉള്ളൂ. അദ്ദേഹം MDS വലിയ മാസ്റ്റർ ഡെൻ്റൽ സർജൻ എന്നൊക്കെയുള്ളൊരു പ്രചരണം നടത്തിക്കൊണ്ട് വെബ്സൈറ്റിൽ ബാക്കിയുള്ള എല്ലായിടത്തും പരസ്യമൊക്കെ നടത്തിക്കൊണ്ട് ചികിത്സിച്ചുകൊണ്ടിരുന്നത്. അതിനെപ്പറ്റി ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ഒന്നോടുകൂടി വെബ്സൈറ്റിൽ നിന്ന് MDS ഒക്കെ എടുത്ത് നീക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അത് MDS എടുത്ത് നീക്കിയിട്ടൊന്നും കാര്യമില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെയെങ്കിലും കയറി കുറേ സ്വർണം കെട്ട് കള്ളനെ പിടി കൂടി കഴിയുമ്പോഴത്തേക്കും കള്ളൻ സ്വർണം വല്ല പാടത്തേക്കോ അല്ലെങ്കിൽ ഓടയിലേക്ക് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞ് ഇപ്പം എൻ്റെ കയ്യിൽ സ്വർണ്ണമില്ല, കട്ട സ്വർണ്ണമില്ല എന്ന് പറഞ്ഞ പോലെയുള്ളൂ അതിനകത്തുള്ള ന്യായീകരണമൊക്കെ. കാരണം ഈ പരാതി കൊടുക്കുന്നത് വരെ അല്ലെങ്കിൽ ഇതിന് പബ്ലിക് ഈ വിഷയം തിരിച്ചറിയുകയും അത് ഇവിടുത്തെ ഭരണ നിയമ സംവിധാനങ്ങളെ രേഖാമൂലം അറിയിക്കുന്നത് വരെയും ഈ വ്യക്തി ഈ MDS, അതായത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമില്ലാത്ത MDS വെച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു എന്നുള്ളത് ഗുരുതരമായ കുറ്റം തന്നെയാണല്ലോ. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം മോഡേൺ മെഡിസിൻ അല്ലെ മോഡേൺ ചികിത്സാ സംവിധാനത്തിൽ ഒരു ഡോക്ടറെ ഒരു ഹാർട്ട് പേഷ്യൻ്റ്, ഒരു ഹാർട്ടിന് തകരാറായിട്ടുള്ള ഒരു വ്യക്തി അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും കാർഡിയോളജിസ്റ്റിനെയാണ് കാണുന്നത്. സീനിയറായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റിനെയാണ് കാണുന്നത്. അപ്പോൾ വെറും ഒരു സാധാരണ ഒരു ഡോക്ടർ, ഒരു MBBS ഡിഗ്രി മാത്രമുള്ള ഒരു ഡോക്ടർ, താൻ സ്പെഷ്യൽ കാർഡിയോളജിസ്റ്റാണ്, തനിക്ക് MD ഉണ്ട് അല്ലെങ്കിൽ DNB ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ പ്രചരണം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകം ബോർഡ് ഒക്കെ വെച്ചുകൊണ്ട് വെബ്സൈറ്റിൽ പരസ്യം നൽകിക്കൊണ്ട് ചികിത്സ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്രമാത്രം അതിക്രൂരമായ ക്രിമിനൽ കുറ്റം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഒരു സാധാരണ ഡെന്റിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി താൻ MDS ഡിഗ്രി, അതായത് മാസ്റ്റർ ഡെൻ്റൽ സർജൻ എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ചികിത്സ നടത്തിയത്. അതിനെപ്പറ്റി ഞങ്ങൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ കോടതിയിൽ കൊണ്ട് പരാതിയൊക്കെ കൊടുത്തു. പക്ഷേ ആ കോടതി അത് ഗൗരവത്തിൽ എടുക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ കോടതിയിൽ ഓൾറെഡി നിൽക്കുന്ന പരാതിയിൽ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആ കോടതി അത് പരിഗണനയ്ക്ക് വെക്കുന്ന സന്ദർഭത്തിൽ ഉപരി കോടതിയിൽ പാഞ്ഞു എന്ന് നോക്കി
ഉപരിക്കോടതിയും അത് കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കോടതി അതിന് സമയം അനുവദിച്ചിരിക്കുന്നു. അതായത് ഇയാൾക്കെതിരെ വന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾക്ക് മറുപടി കൗണ്ടർ അഫിഡാവിറ്റ് വിശദമാക്കി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു 3 ആഴ്ച കൂടി സമയം അനുവദിച്ച് നൽകിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തി ഇപ്പോൾ എല്ലാ രീതിയിലും താൻ ഒരു കള്ളനാണ്, പിടിക്കപ്പെട്ടും എന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഗത്യന്തരമില്ലാതെ സകല കോടതികളിലും സകല നിയമ സംവിധാനങ്ങളും പാഞ്ഞു നടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ MDS ഡിഗ്രി എന്നുള്ളത് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ച MDS ഡിഗ്രി ഇദ്ദേഹത്തിൻ്റെ അടുത്തില്ല. അതുപോലെ തന്നെ ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെയും കേരള ഡെൻ്റൽ കൗൺസിലിൻ്റെയും യാതൊരുവിധ ക്രൈറ്റീരിയയും മാനദണ്ഡങ്ങളും പാലിക്കാതെയായിരുന്നു ഇയാൾ ഈ കഴിഞ്ഞ 20 വർഷക്കാലം ചികിത്സിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ശിക്ഷാ നടപടികൾക്ക് ആ വ്യക്തി വിധേയനായി തന്നെ പറ്റുള്ളൂ. ഇനി സുപ്രീം കോടതി വരെ പോയി കഴിഞ്ഞാലും ആ ശിക്ഷ ഉറപ്പാണ് എന്നുള്ളത് ഇവിടെ നമ്മൾ എടുത്ത് കാണേണ്ടതുണ്ട്. ഇങ്ങനെ കുറേ തട്ടിപ്പുകാരെയൊക്കെ ഒന്ന് ഒതുക്കേണ്ടത് ഈ സർക്കാരിൻ്റെ ഒരു അത്യാവശ്യമാണ് എന്നുള്ളത് കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വിഷയം കൂടെ ഇതിനകത്ത് നിന്ന് പരാമർശിച്ചു പോയത്. എന്താണെങ്കിലും ശരി, ഈ ഓപ്പറേഷൻ തുഫാൻ എന്ന ഈ ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഈ ഒരു പ്രവർത്തനത്തിന് എല്ലാവിധ സപ്പോർട്ടും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്ന് അടിയുറച്ച് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.